എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മൾ ആരാധിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലേ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, അത്ഭുതങ്ങളൊക്കെ നിന്നു പോയോ? അങ്ങ് എന്നെ കാണുന്നില്ലേ? എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ലേ? എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു അല്ലേ. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മൾക്കറിയാം, സോഷ്യൽ മീഡിയ എടുത്താലും യുക്തിവാദികളുടെ ഒരു ബഹളം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ യുക്തിവാദികൾ പറഞ്ഞു പരത്തുന്നത് എന്താണ്? ദൈവമില്ല, അതൊക്കെ ചുമ്മാ മോട്ടിവേഷനാണ്, ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾക്ക് ദൈവവുമായിട്ട് ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മളും പലപ്പോഴും എന്ത് ചെയ്യും? ഇതിനകത്തൊക്കെ വീണു പോകുവാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും. എന്ന് വെച്ചാൽ ഈ അവരിലൂടെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അപ്പോൾ ആ പൈശാചിക മണ്ഡലം വിചാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിലുള്ളവനെ പോലും വിശ്വാസത്തിൽ നിന്ന് വീഴിച്ചു കളഞ്ഞിട്ട് യുക്തിവാദികളാക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് എഗനസ്റ്റായിട്ട് പറയുന്നവരാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെയും വ്യക്തികളുടെയും ഒക്കെ ചിന്തകൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകണം അല്ലേ. അപ്പോൾ നമ്മളുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. അവൻ കണ്ണ് കാണുന്ന ദൈവമാണ്, കാത് കേൾക്കുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്, എല്ലാം ഉള്ള ദൈവം തന്നെയാണ്. അവൻ്റെ കരം കുറുകി പോയിട്ടില്ലല്ലേ. കേൾക്കാതെ വണ്ണം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കൈകൾ കുറുകിപ്പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വചനത്തിനകത്ത് വായിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിൻ്റെ ചില സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ നമ്മളും എന്ത് വിചാരിക്കും? അയ്യോ, നടക്കത്തില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിലൂടെ വരും. എന്ന് വെച്ചാൽ ചില ഡാർക്ക് സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ കടന്നു പോയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ പ്രതീക്ഷകൾക്ക് എന്താണ്? ഒട്ടും ഒരു ഹോപ്പില്ല അല്ലേ, ഒട്ടും പ്രതീക്ഷയില്ല നമ്മൾക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്താണെന്നറിയാമോ, ഈ യുക്തിവാദികളൊക്കെ പറയുന്നത് കറക്റ്റാണോ, ശരിക്കും ദൈവമുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങേ ഒന്ന് അറിയുവാൻ, അങ്ങേ ഒന്ന് അനുഭവിക്കുവാൻ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിലെ ഈ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് നമ്മളെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കുന്ന സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മുടെ ദൈവത്തോട് പറയണം, കർത്താവേ, എല്ലാവരും അവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനവും പറയുന്നുണ്ടല്ലേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ദൈവം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കറിയാം, ഇന്ന് അവിശ്വാസങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ സ്വന്തം ബുദ്ധിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളും ഇങ്ങനെ ഒത്തിരി ഒരു ഭയങ്കരമായ വിഷയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഭയങ്കരമായ ഒരു ഭയങ്കര വിഷമവും നിരാശയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചാടിയ വിഷയമല്ല, ഇങ്ങോട്ട് വന്ന് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചും ഇരുന്നപ്പോൾ പ്രവാചകന്മാരെല്ലാം പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചപ്പോൾ അവരെല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചനകളാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന കുറേ ദിവസത്തേക്ക് നമ്മൾക്ക് ഭയങ്കര എനർജിയാണ്. അത് കഴിയുമ്പോൾ റിയാലിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വീണ്ടും എന്താണ്? ഭയവും വിഷമവും സങ്കടവും നിരാശയും ഒക്കെ കൂടെ വരും. അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് സിറ്റുവേഷനിലൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നോ, അതിനകത്തൊരു വിടുതൽ കിട്ടുവാനായിട്ട് പോകുന്നില്ല. എല്ലാവരും നോ എന്ന് വെച്ചാൽ മാനുഷിക ദൃഷ്ടിയിൽ എല്ലാവരും നോ പറഞ്ഞെടുത്ത് ഞങ്ങളും പലപ്പോഴും മനസ്സിൽ വിചാരിച്ചു, ഇത് നോ ആയിരിക്കുമോ, ഉത്തരം നോ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അവിടെ നമ്മൾ കരഞ്ഞു നിലവിളിച്ചു ഒക്കെ ഇരുന്ന സാഹചര്യത്തിലാണ് ലഭിക്കത്തില്ല, ആ നന്മ ലഭിക്കത്തില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ച് ഉറക്കം പോലും നഷ്ടമായൊരു സാഹചര്യം എന്ന് പറയാം. ഉറങ്ങാതെ ഒന്നും ഇരുന്നില്ല, എന്നാലും നമ്മൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ടെൻഷനാണ്. കർത്താവേ, ഇത് എന്താകും എന്നുള്ളൊരു ടെൻഷനിലൂടെ കടന്നുപോയ സാഹചര്യമായിരുന്നു. എന്നാൽ
ദൈവം അതിനകത്ത് വളരെ അത്ഭുതകരമായിട്ട് ദൈവം അതിനകത്ത് ജയം തരുവാനും ആ ഒരു നന്മ ഞങ്ങൾക്ക് തരുവാനായിട്ടും ഇടയായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാനും ഇതിനകത്ത് നിന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് പോകുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങളൊക്കെ കടന്നു വരും. അത് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ആരുടെയും ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഒരു ലെവലും ഉയർന്നും താഴെയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ പോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെയുണ്ടല്ലോ, നമ്മളുടെ കണ്ണുനീരിന് മറുപടി തന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നും ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ഏത് വിഷയങ്ങൾ വന്നു കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അപ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മൾക്ക് ലഭിക്കാത്ത വിടുതലുകളില്ല. അത്രയും വിടുതൽ ദൈവം നമ്മൾക്ക് തരും. പ്രാർത്ഥന, ഉപവാസം, ഒപ്പം എന്താണ്? വചനം, ദൈവത്തിൻ്റെ വചനം. ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കാത്ത ഒരു നന്മയുമില്ല. എല്ലാ നന്മകളും വിടുതലുകളും അനുഗ്രഹങ്ങളും അതിലൂടെ നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ ചുമ്മാ മോട്ടിവേഷനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഞാനും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു, നിലവിളിച്ചു. പിന്നെ എന്താണ്? വചനം വായിച്ചു, വചനം പറഞ്ഞ് അതിനകത്തുനിന്ന് ജയം ഏറ്റെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ തരുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ വലിയ വിടുതലും വലിയ സന്തോഷവും ദൈവം തരുവാനായിട്ടിടയായി, വലിയ സ്വാതന്ത്ര്യം തരുവാനായിട്ടിടയായി. നമ്മൾ മാനസികമായ ടെൻഷൻസ് അല്ലേ, മാനസികമായ ടെൻഷൻസ് വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ ഇങ്ങനെ വല്ലാതെ വരിഞ്ഞു മുറുകുന്ന സിറ്റുവേഷൻസ് വരും. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം ഒരു ഞൊടി ഇടകൊണ്ട് ദൈവം എല്ലാവരും നോ പറഞ്ഞെടുത്തും നമ്മൾ പോലും നോ പറഞ്ഞെടുത്ത് ദൈവം അത് യെസ് ആക്കി തീർക്കുവാനായിട്ടിടയായി. അത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ സാക്ഷി നിങ്ങളുടെ അടുത്ത് പറയുവാനായിട്ട് ഞാൻ നിർബന്ധിതയായതിൻ്റെ കാരണം എന്താണ്? ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, നിരാശയിലൂടെ കടന്നു പോകും. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ നിരാശപ്പെടേണ്ട. ചുറ്റുമുള്ളവരെല്ലാം നമ്മളോട് നോ 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 പറഞ്ഞെന്നിരിക്കും. എന്നാൽ ദൈവം ഒരു വലിയ യെസ് ആയിരിക്കും നമ്മൾക്ക് തരുന്ന മറുപടി. അതുകൊണ്ട് ലോകത്തെ നോക്കണ്ട അല്ലേ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ തൊടുന്നവർ അവൻ്റെ കൺമണിയാണ് തൊടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്നെ തൊടുന്നവർ നീ അവൻ്റെ കണ്ണിലെ കൺമണി, നീ അവൻ്റെ കൺമണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കൺമണികളെ ദൈവം തള്ളിക്കളയുമോ? ഒരിക്കലും തള്ളിക്കളയത്തില്ല കേട്ടോ. പിന്നെ എന്തിനാണ് നമ്മളെ ഇങ്ങനെ സിറ്റുവേഷൻസിലൂടെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? ആ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ടാണ് അല്ലേ. ശത്രു നമ്മളെ നോക്കി എന്താ പറയുന്നത്? ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടും അല്ലേ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾക്കറിയാം, ഇസ്രായേൽ മക്കളെ മിസ്രൈം സൈന്യം പിന്തുടർന്നു അല്ലേ. ഫറവോനും മിസ്രൈം സൈന്യം പിന്തുടർന്നു. അവരെന്താ പറഞ്ഞു? ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടുമെന്ന് പറഞ്ഞ് അവരുടെ പുറകെ വന്നത്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? നമ്മൾക്കറിയാം, അവരെ ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. എന്നിട്ട് തൻ്റെ ജനത്തിന് വേണ്ടി ചെങ്കടലിലൂടെ വഴി തുറന്നു കൊടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് അവർ തപ്പെടുത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കത്തക്കവണ്ണമുള്ള വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ നമ്മളെ നോക്കി ശത്രു പല വിധത്തിലുള്ള വെല്ലുവിളികൾ മുഴക്കുന്നുണ്ടാകും. ആ വെല്ലുവിളികൾക്ക് നടുവിൽ നമ്മൾ തകർന്നു പോകരുത്, നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വെച്ചങ്ങ് ഇരുന്നോളുക. കാരണം ദൈവം ഒരിക്കലും നമ്മളെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടെ കടത്തിവിടുന്ന ദൈവമല്ല കേട്ടോ. ദൈവം നമ്മൾക്ക് വിടുതൽ തരുന്ന ദൈവമാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മളവൻ്റെ കൺമണികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ കൺമണികളാണ്. കൺമണികളെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക. ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അവിടുത്തെ അത്ഭുതം തീർന്നു പോയിട്ടില്ല കേട്ടോ. അവിടുത്തെ അത്ഭുതം തീർന്നു പോയിട്ടില്ല. അത്ഭുതങ്ങൾ ഇന്നും ചെയ്യുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരം കുറുകി പോയിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാം. കാരണം ഓരോ സാക്ഷ്യങ്ങളും എന്തിനാ പറയുന്നതെന്നറിയാമോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ബലം തരുവാനായിട്ടാണ്. എന്തിനാ നമ്മൾക്ക് ബലം? നമ്മൾക്ക് ദൈവം അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം പറഞ്ഞു, എൻ്റെ മാത്രം ദൈവമാണോ? ഞാൻ പറയും എൻ്റെ മാത്രം ദൈവമാണെന്ന്. പക്ഷെ നിങ്ങൾ എന്ത് പറയണം? അത് എൻ്റെ ദൈവമാണ് അല്ലേ. ദാവീദ് അങ്ങനെ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന 23-ാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞതും. വേറെ ആരുടെയും കാര്യം പറഞ്ഞില്ല, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെ നമ്മുടെ സ്വന്തമായിട്ട്, നമ്മുടെ സ്വന്തം ദൈവമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല കേട്ടോ. ലോകം നമ്മളെ തള്ളിക്കളയും. ഇന്ന് കൂടെ നടന്നവർ നമ്മളെ പറഞ്ഞെന്നിരിക്കും, അവർ നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും. നമ്മളുടെ ഡാർക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരാൾ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്നില്ല. ദൈവം നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ ആണ് എന്താണ് ആരും നമ്മൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.